പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറി DGP ഉത്തരവിറക്കി. ഓരോ ജില്ലകളിലും പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം നടത്തുക. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആനന്ദ് കുമാറിനെ പോലീസ് വൈകാതെ ചോദ്യം ചെയ്യും. പ്രതിമാസം അനന്തകൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദ് കുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സഹിതമെന്ന് പോലീസ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. അനന്ത് നൽകിയ മൊഴിയിലെ ആധികാരികത പരിശോധിക്കാൻ ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തി വിവരങ്ങൾ തേടിയാവും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അനന്ത് പറഞ്ഞെങ്കിലും നേതാക്കളുടെ പേര് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അനന്തുവിന്റെ പണമിടപാട് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും ബാങ്കുകളോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചു. 5 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അനന്തുവിനെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഇയാളുടെ എറണാകുളത്തുള്ള ഫ്ളാറ്റും ഓഫീസുകളും സീൽ ചെയ്ത പോലീസ് വിശദ പരിശോധനയ്ക്കായി സെർച്ച് വാറന്റിനായി കോടതിയിൽ ഇന്ന് അപേക്ഷയും നൽകും. അനന്തകൃഷ്ണൻ രൂപീകരിച്ച NGO കോൺഫെഡറേഷന്റെ ഉപദേശകനായിരുന്നു വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അനന്തുവിന്റെ തട്ടിപ്പിന് ഇരയായ അങ്ങാടിപ്പുറം KSS എന്ന സംഘടനയുടെ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് രാമചന്ദ്രൻ നായരെ കൂടി പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. സായി ഗ്രാമ മേധാവി ആനന്ദ് കുമാർ അടക്കം NGO കോൺഫെഡറേഷന്റെ 5 ഭാരവാഹികളെ കൂടി പ്രതി ചേർക്കാൻ മൂവാറ്റുപുഴ പോലീസും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ രാമചന്ദ്രൻ നായർ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്.